നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരന് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഫോട്ടോ വെച്ച് ഒരു ന്യൂ ഇയർ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ആ സമയം വളരെയധികം സന്തോഷം തോന്നും, സ്നേഹവും തോന്നും. കാരണം നിങ്ങൾ ആ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ കുറച്ച് സമയം അതിനുവേണ്ടി ചെലവഴിച്ചല്ലോ എന്ന ഒരു ചിന്തയായിരിക്കും അവർക്ക് നിങ്ങളോട് സന്തോഷം കൂട്ടാനുള്ള കാരണം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഒരു ന്യൂ ഇയർ ഗ്രീറ്റിംഗ് ഉണ്ടാക്കാൻ ഉള്ള ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. ഒട്ടനവധി ഫ്രെയിമുകൾ ഇതിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഞാൻ ഗൂഗിൾ പ്ലേയിൽ നിന്നും കുറേ എണ്ണം സെലക്ട് ചെയ്ത് അതിൽ നിന്നും ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്കിത് ഓപ്പൺ ആക്കി നോക്കാം. ന്യൂ ഇയർ ഫ്രെയിംസ് എന്നാണ് ഇതിൻ്റെ പേര്. ഓപ്പൺ ആകുമ്പോൾ കാണുന്ന ഇൻ്റർഫേസിൽ നമുക്ക് ന്യൂ ഇയർ ഫോട്ടോ ഫ്രെയിംസ് എന്നതിൽ പ്രസ് ചെയ്യുക. തുടർന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ കൊടുക്കേണ്ട അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഫോട്ടോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി അവർക്ക് കൊടുത്തിട്ട് അവർക്ക് ഒരു പ്രത്യേകിച്ച് സന്തോഷം തോന്നാൻ പോലില്ല. പക്ഷെ അവരുടെ ഫോട്ടോ വെച്ചാണ് കൊടുക്കണമെങ്കിൽ അവരതെന്തായാലും അവരുടെ പ്രൊഫൈലിൽ എല്ലാവർക്കും ഒന്ന് ടാഗൊക്കെ ചെയ്ത് കൊടുത്ത് സന്തോഷം അറിയിക്കും. നമുക്ക് ഗാലറിയിൽ നിന്നോ മറ്റ് ഏത് ഒരു സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ഓരോ ഫോൾഡറുകളിൽ നിന്ന് ഒരു ഫോട്ടോ നിങ്ങൾ ആവശ്യമായത് സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഫോട്ടോ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഗ്രീറ്റിംഗ് കാർഡിൽ ഒരു ഫോട്ടോ മാത്രമേ ആഡ് ചെയ്യാൻ ഓപ്ഷനുള്ളൂ. നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. തുടർന്ന് ഗോ എന്ന മുകളിൽ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഫോട്ടോ ഇവിടേക്ക് വന്നു. ഈ ഫോട്ടോ വന്നതിൽ നമുക്ക് 2 വിരൽ ഉപയോഗിച്ച് നമ്മൾ സാധാരണ ആൻഡ്രോയിഡിലെ ഗാലറിയിലൊക്കെ സൂം ചെയ്യുന്ന പോലെ തന്നെ സൂം ചെയ്യാം. ഒപ്പം രണ്ടാമത്തെ വിരൽ ഓരോ ഭാഗത്തേക്കും റൊട്ടേറ്റ് ചെയ്യിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യിക്കാനും സാധിക്കും. കൂടാതെ താഴെ നമുക്ക് ഫ്രെയിമുകൾ ധാരാളമുണ്ട്. ആവശ്യമുള്ളതുപോലെ സെലക്ട് ചെയ്തുകൊള്ളുക. ഒട്ടനവധി ഫ്രെയിമുകളുണ്ട്. ഇതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഗോ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അടുത്തായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിന് ടി എന്നതിൽ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായ മെസ്സേജ് ടൈപ്പ് ചെയ്യുക. തുടർന്ന് സേവ് ടെക്സ്റ്റ് എന്നത് അമർത്തുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫോണ്ടൊക്കെ ഒന്ന് മാറ്റാം, കുറച്ച് ഭംഗിയാവും. തുടർന്ന് കളറും മാറ്റാം. നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് മൂവ് ചെയ്യിക്കാൻ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. കൂടാണ്ട് ടെക്സ്റ്റിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഈ ബാർ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ വിഡ്ത്ത് ഹൈറ്റൊക്കെ കൂട്ടാൻ സാധിക്കും. തുടർന്ന് നിങ്ങൾക്ക് സേവ് ചെയ്യാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാം. ഷെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്കിലേക്കോ വാട്സാപ്പിലേക്കോ ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിൽ ഓപ്ഷൻ കാണിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.